CPM പാർട്ടി കോൺഗ്രസിന് മുന്നോടിയായി കേന്ദ്ര കമ്മിറ്റി പോളിറ്റ് ബ്യൂറോ യോഗങ്ങൾ മധുരയിൽ ചേർന്നു. നാളെ ഉദ്ഘാടനത്തിന് ശേഷം പ്രതിനിധി സമ്മേളനം തുടങ്ങും. EMSന് ശേഷം കേരളത്തിൽ നിന്നൊരു ജനറൽ സെക്രട്ടറി ഉണ്ടാകുമോ എന്നത് മധുര പാർട്ടി കോൺഗ്രസിനെ ശ്രദ്ധേയ കേന്ദ്രമാക്കുന്നു. തമിഴ്നാട് സർക്കാരിന്റെ അതിഥിയായ മുഖ്യമന്ത്രി പിണറായി വിജയനെ പോലീസ് ഗാർഡ് ഓഫ് ഓണർ നൽകി സ്വീകരിച്ചു. CPM സംസ്ഥാന സെക്രട്ടറി ഷൺമുഖം, മധുര MP U വെങ്കടേശൻ എന്നിവരുടെ നേതൃത്വത്തിൽ പാർട്ടിയുടെ സ്വീകരണം. കുടുംബസമേതമാണ് മുഖ്യമന്ത്രി എത്തിയത്. CPMൽ നിന്ന് മന്ത്രിമാരായ വീണ ജോർജും B അബ്ദുറഹ്മാനും ഒഴികെയുള്ള 9 മന്ത്രിമാർ പാർട്ടി കോൺഗ്രസിൽ പങ്കെടുക്കുന്നുണ്ട്. പാർട്ടി കോൺഗ്രസ് സമാപിക്കും വരെ മാരിറ്റ് ഹോട്ടലാകും മുഖ്യമന്ത്രിയുടെ ക്യാമ്പ് ഓഫീസ്. ഭരണപരമായ കാര്യങ്ങൾ ഇവിടെ നിന്നാണ്. സീതാറാം യെച്ചൂരിയുടെയും കോടിയേരി ബാലകൃഷ്ണന്റെയും പേരിലുള്ള നഗറിലാണ് സമ്മേളനം. സീതാറാം യെച്ചൂരിയും കോടിയേരി ബാലകൃഷ്ണന്റെയും ഓർമ്മകൾ നിറഞ്ഞു നിൽക്കുന്നതാണ് ഈ സമ്മേളന നഗരി. ഇന്ന് ഇന്ത്യയിൽ CPM ആണ്. ആ CPM ശക്തിപ്പെടണം, കരുത്താർജിക്കണം എന്ന് ജനങ്ങൾ ആഗ്രഹിക്കുകയാണ്. അതിന്റെ ഭാഗമാണ് ഈ സമ്മേളനത്തിന്റെ എല്ലാ ഒരുക്കങ്ങളും. യെച്ചൂരിയുടെ വിയോഗത്തോടെ ഒഴിഞ്ഞുകിടക്കുന്ന ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് മുൻ മന്ത്രിയും PB അംഗവുമായ MA ബേബി എത്തുമോ എന്നതാണ് രാഷ്ട്രീയ ആകാംക്ഷ. ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് അതെല്ലാം നിങ്ങളുടെ സങ്കല്പങ്ങളാണ്. 6-ാം തീയതിയോടുകൂടി അത്തരം പ്രചരണങ്ങളെല്ലാം അടിസ്ഥാനരഹിതമാണ്. ബേബി ജനറൽ സെക്രട്ടറി ആയാൽ EP ജയരാജന് പോളിറ്റ് ബ്യൂറോയിലെത്താം. കേന്ദ്ര കമ്മിറ്റിയിൽ നിന്ന് AK ബാലനും PK ശ്രീമതിയും ഒഴിയുന്നതോടെ LDF കൺവീനറായ TP രാമകൃഷ്ണൻ പകരമെത്തും. മന്ത്രിമാരായ VN വാസവനെയും മുഹമ്മദ് റിയാസിനെയും പരിഗണിക്കുന്നുണ്ട്. പ്രതിനിധി സമ്മേളനത്തിന് മുന്നോടിയായി സംഘടനാ റിപ്പോർട്ട് B രാഘവലു അവതരിപ്പിക്കും. പ്രസീഡിയത്തിൽ കേരളത്തിൽ നിന്ന് CS സുജാതയും പുത്തലത്ത് ദിനേശനും, ബിമൻ ബസു പതാക ഉയർത്തും. പ്രസീഡിയം താൽക്കാലിക അധ്യക്ഷൻ മണിക് സർക്കാരാണ്. പോളിറ്റ് ബ്യൂറോയിൽ 75 പിന്നിട്ട 7 നേതാക്കളുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട പേര് പിണറായി വിജയന്റേതാണ്. കഴിഞ്ഞ പാർട്ടി കോൺഗ്രസിൽ അദ്ദേഹത്തിന് പ്രായപരിധിയിൽ ഇളവ് ലഭിച്ചിരുന്നു. ഇക്കുറി ആർക്കൊക്കെ ഇളവ് ലഭിക്കും, ആരൊക്കെ ഒഴിയുമെന്നതും കാണണം. മധുരയിൽ നിന്നും സജികുമാറിനൊപ്പം AK സ്റ്റെഫിൻ, മാതൃഭൂമി ന്യൂസ്.